നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE പാസ്പോർട്ട് ഇപ്പോഴത്തെ നിലവിലെ പാസ്പോർട്ട് ഇൻഡെക്സ് വെബ്സൈറ്റിൽ 1-ാം സ്ഥാനത്താണ് ഉള്ളത്. ഇത് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. UAE പാസ്പോർട്ട് ഉടമകൾക്ക് 180 രാജ്യങ്ങളിൽ അനായാസം പ്രവേശിക്കാൻ സാധിക്കും. മൊത്തം 127 രാജ്യങ്ങൾക്ക് ഇപ്പോൾ UAEയിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. അതോടൊപ്പം തന്നെ 82 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് മുൻകൂർ വിസ ഇല്ലാതെ തന്നെ ഇനി UAEയിൽ പ്രവേശിക്കാമെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അൽ ഖലീജ് പത്രമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിശദമായ വിസ വിവരങ്ങൾ അന്വേഷിക്കുന്ന യാത്രക്കാരോട് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാൻ അധികൃതർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 115 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് UAEയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് വിസ എടുക്കണം. 82 രാജ്യങ്ങളുടെ പട്ടികയും യാത്രക്കാർക്കുള്ള വിസ ഇളവുകളുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളും മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. വിസയെ സംബന്ധിച്ചുള്ള വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത വേണ്ടവർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റി എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ യാത്രക്കാർ അവരുടെ എയർലൈനുകളെ ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കാം. GCC രാജ്യങ്ങളിലെ പൗരന്മാർക്ക് UAE സന്ദർശിക്കാൻ വിസയോ സ്പോൺസറോ ആവശ്യമില്ല. UAEയിലേക്ക് പ്രവേശിക്കുന്ന അതിർത്തികളിൽ എത്തുമ്പോൾ GCC രാജ്യം നൽകിയ പാസ്പോർട്ടോ അവരുടെ ID കാർഡോ ഹാജരാക്കിയാൽ മതിയാകും. വെബ്സൈറ്റിലും ഇതേക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ലഭിക്കും. 14 ദിവസത്തെ വിസ ഓൺ അറൈവൽ ലഭിക്കും. ആവശ്യമെങ്കിൽ ഇത് 14 ദിവസത്തേക്ക് കൂടി നീട്ടാവുന്നതാണ്. വിസ ഇളവ് അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ വിഭാഗങ്ങളിൽ പെടാത്തവർക്ക് എൻട്രി പെർമിറ്റ് ആവശ്യമാണെന്ന് UAE ഡിജിറ്റൽ സർക്കാർ വ്യക്തമാക്കി. സന്ദർശനത്തിന്റെ ഉദ്ദേശത്തെ ആശ്രയിച്ചിരിക്കുന്ന ഈ പെർമിറ്റ് അവർ UAEയിൽ എത്തുന്നതിന് മുൻപ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിൽ നിന്ന് നേടിയിരിക്കണം. അതേസമയം കുവൈത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന ഫാമിലി വിസിറ്റ് വിസ പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ വർഷാവസാനത്തോടെ പുനരാരംഭിക്കുമെന്നാണ് സൂചന. പുതിയ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള തീരുമാനം ഈ വർഷം ഡിസംബറോടെ പുറപ്പെടുവിക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. പുതിയ വിസ നിയമാവലി ഉടൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന് സമർപ്പിക്കുമെന്നാണ് സൂചന. കുവൈത്തിൽ സ്ഥിര താമസക്കാരായ വിദേശികൾക്ക് ഫാമിലി വിസ ലഭിക്കുവാൻ നിലവിൽ 450 ദിനാറാണ് കുറഞ്ഞ ശമ്പള നിരക്ക്. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം അപേക്ഷകരുടെ കുറഞ്ഞ ശമ്പള നിരക്ക് 800 ദിനാറായി ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.